ലളിത ചേച്ചിയാണല്ലോ ഭരതേട്ടൻ്റെ എല്ലാം. ഇന്ന് ലളിത ചേച്ചിയും നമ്മുടെ കൂടെ ഇല്ല. അപ്പോൾ ഈ വെങ്കലം സിനിമ ഷൂട്ട് ചെയ്യുമ്പോൾ ചേച്ചി ഉണ്ടോ, അവിടെ വരുമോ, എന്തൊക്കെയാണ്? ചേച്ചിയിലൂടെയാണ് ശരിക്കും ഞാൻ വെങ്കലത്തിലെത്തുന്ന വേണം പറയാം. ഒരു കണക്കിന് പ്രണാമം എന്ന പടത്തിന്റെ ഷൂട്ടിംഗ് നമ്മുടെ വീടിന്റെ അടുത്താണ്. നമ്മുടെ ജോയ് ചാൻ ജൂബിലിയുടെ ഫിലിമാണ്. ജോയ് തോമസ് പ്രൊഡ്യൂസറാണ്. അപ്പൊ ജോയ് ചായന്റെ അനിയൻ ജിമ്മി ചായൻ നമ്മൾ വലിയ ക്ലോസാ. ജിമ്മി തോമസ് അറിയാലോ? അറിയാം, എല്ലാവരും അറിയാം. അപ്പോ ജിമ്മി ചായനോട് ഞാൻ പറഞ്ഞു, നിങ്ങളുടെ പ്രണാമം തിരുവല്ലയിൽ ഷൂട്ടിംഗ് തുടങ്ങല്ലേ? ജിമ്മി ചായ നമുക്ക് വല്ല വിഷം കിട്ടുമോ? ഭരതേട്ടനല്ലേ? എടാ അത് ഭരതേട്ടനല്ലടാ, അവിടെ ഭയങ്കര സ്ട്രിക്റ്റ്, നമ്മളൊന്നും പറയുന്നിടത്ത് നിൽക്കുകയല്ല സാധനം. എന്നാലും നീ വാ, ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം എന്ന് പറഞ്ഞ് ഞാൻ ഇവിടെ. അപ്പം ഈ അശോകന്റെ കൂട്ടുകാരായിട്ട് അഭിനയിക്കാൻ വേണ്ടി ആളുകളെ വേണമെന്ന് വെച്ചിട്ട് അവിടെ ക്യൂ, റേഷൻ കട മറ്റേ മദ്യശാലയെ ക്യൂ നിൽക്കുന്ന പോലെ ആളുകൾ നിൽക്കുക. ഒരുപാട് പിള്ളേർ, എല്ലാം ഭയങ്കര റഹ്മാൻ സ്റ്റൈല് ഉള്ള പിള്ളേർ ഇങ്ങനെ കൂട്ടം കൂടി നിൽക്കുക. അതിൻ്റെ ഇടയ്ക്ക് കൂടെ അല്ലാതെ എന്നെ ജിമ്മിച്ചായൻ്റെ കെയർ നേരെ അകത്ത് കൊണ്ടുപോയി. അപ്പൊ ജയരാജ് എന്ന അസോസിയേറ്റ്, ജയരാജ് ഭയങ്കര സീരിയസ് ആയിട്ട് സ്ക്രിപ്റ്റ് ഒക്കെ നോക്കും. നാളെ ഷൂട്ടിംഗ് തുടങ്ങുക, ഈ പയ്യനെ സെലക്ട് ചെയ്യണം. ജയരാജ് ഞാൻ കോട്ടയത്ത് ഇന്നയാളുടെ മോനല്ലേ, ഭരതേട്ടൻ ഒന്ന് കണ്ടേക്കോട്ടെ, ഭരതേട്ടനെ ഡിസൈഡ് ചെയ്ത്. ഭരതേട്ടൻ അകത്തിരിക്കുന്നു, ഡെന്നീസ് ജോസഫ് അകത്ത്, റൈറ്റർ ഒക്കെ ഉണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പം ഈ ഇന്റർവ്യൂവിന് കയറുന്ന പോലെ ഓരോ പിള്ളേരും ക്യൂ നിന്ന് കയറുകയാണ്. അവസാനം എൻ്റെ ഊഴം വന്നു, ഞാൻ കയറിച്ചപ്പോൾ ആകെയുള്ളൊരു കെയർ ഓഫ് അച്ഛൻ്റെ കെയർ ഓഫ് അല്ലേ. അപ്പം ഞാൻ നമസ്കാരം, ഭരതേട്ടനെ ക്യൂ നിന്നാണ് ഞാൻ ആദ്യം പോയി കാണുന്നത്. കണ്ടിട്ട് ഭരതേട്ട നമസ്കാരം, ഞാൻ ഇങ്ങനെ ജയവിജയന്മാരി ജയന്റെമാനാണ്, ഇങ്ങനെ സാറിൻ്റെ വൈശാലിയിലേക്കുള്ള ഇതിൽ ഞാൻ ഫോട്ടോ ഒക്കെ അയച്ചിരുന്നു. ആണല്ലേ, അതിന് എവിടെയോ കണ്ട ഒരു പോലെ എനിക്ക് തോന്നുന്നുണ്ട്. ഇത് ഞങ്ങൾ നോക്കിയിട്ട് പറയാം, ഇവിടെ അടുത്തല്ലേ, കോട്ടത്തല്ലേ വീട്? ഞാൻ അതെ സാർ, ശരി എന്നാൽ പൊക്കോളൂ, ഞങ്ങൾ അറിയിക്കാം, ആവശ്യമുണ്ട് അറിയിക്കാം. അങ്ങനെ പറഞ്ഞു വിട്ട് തന്നെ ഞാനന്ന് വീട്ടിൽ ചെല്ലുന്നു. ജിമ്മിച്ചായൻ രാത്രിയായപ്പോൾ ഇൻഫർമേഷൻ തരുന്നു, നീ ഇല്ലടാ, പക്ഷേ ഇല്ല, അതും പോയി, വേറെ പയ്യനെ സെലക്ട് ചെയ്തു. എൻ്റെ ഒരു അവസ്ഥയല്ല. ഞാൻ ശരിക്കും പകുതി കരഞ്ഞെന്നാണ് പറയാം. ഭരതേട്ടൻ്റെ പടത്തിൽ പോയിട്ട് ഇത്രയും ഒരുപാട് പോയി ക്യൂ ഒക്കെ നിന്നേട്ടാ, ഒരുപാട് നേരം ആ ഹോട്ടലിൽ പോയി ക്യൂ ഒക്കെ നിന്ന് അങ്ങനെയൊക്കെ കഷ്ടപ്പെട്ടാണ്, കിട്ടിയില്ല. കാലങ്ങൾ കടന്നു, 88 89 ഞാൻ സീരിയൽ കുമിളകൾ കാര്യങ്ങളൊക്കെ വന്നു. പെരുന്തച്ഛനിലെത്തി, പെരുന്തച്ഛൻ കഴിഞ്ഞ് വേറെ കുറെ പടങ്ങൾ ചെയ്തു. സർഗം റിലീസാവുന്നു. ഞാൻ ഭരതേട്ടൻ ആ സമയത്ത് എൻ്റെ മനസ്സിൽ നിന്ന് പോയി. കാരണം എന്താ വെച്ചാൽ അതൊന്നും അങ്ങോട്ടൊന്നും ചിന്തിക്കാൻ പറ്റില്ല, വിട്ടേക്കാം. സർഗം റിലീസ് ചെയ്തപ്പം വന്ന അവസരങ്ങളിൽ ആദ്യം വന്നത് വെങ്കലമായിരുന്നു. ഞാൻ കോഴിക്കോട് കള്ളനും പോലീസും ഒരു പടം ഷൂട്ടിംഗ് ശശിയേട്ടൻ്റെ പടം ഷൂട്ടിംഗ് ആണ്. അപ്പൊ ഞാൻ എൻ്റെ മഹാറാണി എൻ്റെ റൂമിൽ നിന്ന് ഞാൻ രാവിലെ പോകാൻ വെളിയിറങ്ങുമ്പോൾ ചേച്ചി അവിടെ നിൽക്കുക. അപ്പൊ ചേച്ചി എന്തിനാ വേറെ പടത്തിന് വന്നിരിക്കുക? ചേച്ചി നമസ്കാരം. അയ്യോ, മനോജിനെ ഞാൻ കാണാനിരിക്കുകയായിരുന്നു. ഞാൻ ചെന്നു ചേച്ചി, ഭരതേട്ടൻ്റെ 2 സിനിമയിലേക്കാണ് മനോജിനെ കാസ്റ്റ് ചെയ്തിരിക്കുന്നത്. സർഗത്തിന്റെ എഫക്റ്റ് ആണ്. അപ്പൊ ഞാൻ ചേച്ചി സത്യമാണോ? ഒന്ന് ബാബുക്ക, നമ്മുടെ ബാബുരാജ്, മ്യൂസിക് ഡയറക്ടർ ബാബുരാജിന്റെ ഒരു ബയോഗ്രഫി സാധനം ഭരതേട്ടൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിൻ്റെ അകത്ത് മനോജാണ്. പിന്നെ ഒരു മൂശാരിമാരുടെ കഥ, ഞാൻ കഥ കേട്ടില്ല, ലോഹി ആണ് എഴുതുന്നത്, അതിലും മനോജുണ്ട്. ഉടനെ ഒന്ന് വിളിച്ചോളൂ, ചേച്ചിയാണ് ആദ്യമായിട്ട് പറഞ്ഞത്. അങ്ങനെ ഭരതേട്ടനെ വിളിക്കുമ്പോഴാണ്, ഉണ്ട്രാ നീ എന്നാ മദ്രാസിൽ നിന്നൊന്ന് കാണണമല്ലോ, നീ എപ്പോഴാ വരുന്നത്? ഞാൻ മദ്രാസിൽ ഡബിങ്ങിന് വരുന്നുണ്ട് ഭരതേട്ടൻ. അങ്ങനെ ഞാൻ പോയി കാണുന്നു. അങ്ങനെയാണ് വെങ്കലം. മനോജേ, അപ്പൊ വീണ്ടും ഒരു പ്രസാദം. ത്രിമധുരാണ്. ഓക്കെ. ഇണയില്ലാതെ ജീവിക്കാൻ പറ്റാത്ത ഒരു സാധനം. ഇണയില്ലാതെ ജീവിക്കാൻ പറ്റാത്ത ഒരു സാധനം. നമ്മളൊക്കെ തന്നെ. തീരെ കുസൃതിയാണോ അതോ കുറച്ച് സീരിയസ്? സത്യമാണത്. നമുക്ക് ഒരു ഇഞ്ച് നടക്കാൻ പറ്റത്തില്ല, നമുക്ക് ഒരു അടി വെക്കാൻ പറ്റത്തില്ല, അവരില്ലെങ്കിൽ പറ്റത്തില്ല. ഞാൻ പറയാം, അങ്ങനെ ഒരടി വെക്കാൻ പറ്റുന്ന ഒരെണ്ണം കിട്ടി. ശരിയാണെന്ന് എനിക്കറിയില്ല. അടിയിൽ അല്ലേ ആ സാധനം? ഒരടി വെക്കുന്ന കൂട്ടത്തിലുള്ള സാധനം അല്ലേ? ആണോ? ചെരുപ്പ്. അത് ശരി. ചമയം ഒന്നും പറയണ്ട ഏട്ടാ, അതിന്റെ കഥ ഒന്നും പറയണ്ട. എടാ, ചമയ ഷൂട്ടിംഗ് നടക്കുന്നു, 4-5 ദിവസമായി. അപ്പം ഭരതേട്ടൻ പറയുന്നു, കരീമെന്ന് അസോസിയേറ്റ് ഡയറക്ടർ, കരീമേ മറ്റേ പാട്ട് റെഡിയല്ലേ? അതാ മുരളി മനോജോട് വെറുതെ ഇരിക്കുക, അവരൊന്നിട്ട് കേൾപ്പിക്കും. നാളെ എടുക്കാനുള്ള പാട്ട് ഇതാണെന്ന് ഞങ്ങൾക്ക് അറിയില്ല. ഏതോ ഒരു പാട്ട് നാഗ്രയിൽ ഓൺ ചെയ്യുന്നു. അന്തിക്കടപ്പുറത്ത്, കുഴപ്പമില്ല, അങ്ങനെ പോകുന്നു.
താരിത്തക്കിളി വന്നപ്പോ കളി മാറി. താരിത്തക്കിളി നാക്കിളി മുക്കിളി തൊട്ട് താരിത്തക്കിളി നാക്കിളി മുക്കിളി തൊട്ട് കളിക്കണ കടലിൻ കുട്ടികൾ അക്കരമൊത്തു കണക്കൊരു കൊച്ചു കിടാത്തനുദിച്ചു വരുന്നത് കണ്ട് മലർപ്പൊടി തട്ടി കലവില കൂട്ടണ താളത്തുമ്പികളായി വിളിക്കേ പറയ ചണ്ടകൾ അലത്തരികിട മേളമടിച്ചു മുഴക്കും നേരം ജാഗര വന്നു കണക്കും മണപ്പുറം ആകത്തരികിടത്ത് മൃതത്തൈ ഞാനും കേട്ടേ ഞാനും കണ്ടേ അവനവനെന്ന് കിളമ്പിയ നേരത്തെ രമ്പിളി വെള്ളം അവിടെ പോയപ്പോ കുറച്ചുകൂടെ പേടിച്ചല്ലേ? അവിടെ വന്നപ്പോ കയ്യിൽ മുരളിച്ചേട്ടൻ പറഞ്ഞു എനിക്ക് തോന്നില്ല ഇത് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും. പുള്ളി ശരിക്കും കിളി പറഞ്ഞു. അപ്പൊ ഞാനിങ്ങനെ ഇരിക്കുക, ഞാൻ എങ്ങനെ ചേട്ടാ ഇത് എന്താണ് ചെയ്യാൻ മാറി മാറി പാടുന്നു, നമ്മൾ രണ്ടും പാടണ്ടാണോ? അതെ അതെ. അപ്പൊ കരീമിനെ വിളിച്ചു, ഇത് ആരൊക്കെ പാടും? ഈ മുരളി നീ കൂടെ പാടുന്നതാണ്. ഇത് എപ്പോ എടുക്കുന്നത്? നാളെ എടുക്കണ്ട. ഇതെങ്ങനെ ചേട്ടാ വരികളൊന്നും ഓർത്തിരിക്കണ്ടേ? അയ്യോ, ഭരതേട്ടനാണെങ്കിൽ ചുമ്മാ ഈ കട്ട് ഷോട്ട് പോലത്തെ പരിപാടിയൊന്നുമില്ല. താരിത്തക്കിളി നാക്കിളി മുക്കിളി ഒരു അങ്ങനെയൊന്നും shot, എടുക്കുന്ന അങ്ങനെയല്ല. ആ പരിപാടി. താരിത്തക്കിളി നാക്കിളി മുക്കിളി ചൊട്ട് കളിക്കണ കടലിൻ കുട്ടികൾ അക്കരെ മുത്ത് കണക്കൊരു കൊച്ചു കൂടാത്തിന് ഉദിച്ചു വരുന്നത് കണ്ട് മലർപ്പൊടി തട്ടി കലവില കൂട്ടുന്ന താളത്തുമ്പികളായി പറയച്ചണ്ട കളറെടുത്തിട്ട് മേളമടിച്ചു മുഴക്കും നേരം ജാഗര വന്ന് കണക്കമണപ്പുറം ആകെ തരികിടത്തി മൃതത്തെ ഒറ്റ ഷോട്ട്. എല്ലാ രക്ഷയുണ്ടോ? ഭരതേട്ടനാണ് റൗണ്ട് റോളി വെച്ചിരിക്കുക. ഞാൻ എങ്ങനെയൊക്കെ തലേദിവസം പഠിച്ചു എടുത്തു. ആദ്യം മുരളിച്ചേട്ടൻ്റെ ലൈൻ എടുത്ത് താരിത്തക്കിളി നക്കിളി മുക്കിളി തൊട്ട് കളിക്കണ. അപ്പൊ മുരളിച്ചേട്ടൻ ചെറിയൊരു ഏകദേശം ഈ ചുണ്ടിന് ഇച്ചിരി താഴെയുള്ള മീശയാണ്. എന്റെ പൊടി മീശ നമ്മുടെ ഒക്കെ പോലെ ചുണ്ട് ശരി ലിപ്മെന്റ് എല്ലാം കാണാം. മുരളിച്ചേട്ടന് ഒരക്ഷരം ലിപ്പ് കൊടുക്കുന്നില്ല, അഡ്ജസ്റ്റ് ചെയ്തിട്ട് പാവത്തിന് പുള്ളി പഠിച്ചിട്ടില്ല, ശരിക്കും പുള്ളി കിട്ടുന്നുമില്ല. ഭരതേട്ടൻ ഇത് മനസ്സിലായി. മോണിറ്ററി കണ്ടോണ്ടിരിക്കും. എടാ കരീമേ, മുരളി അത് പാടുന്നില്ലല്ലോ, അവനോട് പാടാൻ പറ. കരീമുമ്പേ പറഞ്ഞു അത് പാടണമെന്ന്. ഞാൻ മാക്സിമം മാച്ച് ചെയ്യുന്നുണ്ട്, നിങ്ങൾ ശ്രദ്ധിക്കാതെ മാച്ച് ചെയ്യുന്നുണ്ട്. ഭരതേട്ടൻ മനസ്സിലായി ഇത് മാച്ചിങ്ങും ഇല്ല ഒന്നുമില്ല, ആ വരികളൊന്നും ക്ലിയർ അല്ല. അപ്പം ഭരതേട്ടൻ വീണ്ടും ആ മേക്കപ്പ് മാൻ എവിടെയാടാ, അവനിങ്ങ് വരാൻ പറ. മേക്കപ്പ് മാൻ, നീയേ ആ മുരളിയുടെ മീശയില്ലേ അത് ഇച്ചിരി ഒരു 2 ഇഞ്ചൂടെ താവട്ടിറക്കി വെച്ചു. കവറായി, ഫുള്ള് കവർ. അപ്പൊ പിന്നെ ലിപ് മൂവ്മെന്റ് പ്രശ്നമല്ല, ഒന്നും പ്രശ്നമല്ല. ഞാനിതെല്ലാം മേടിച്ചിരുന്നത് കണ്ട് അടുത്ത കൂടെ എന്റെയാണ്. എന്താവും എനിക്കാണ് ചെറിയ മീശയാണ്. അങ്ങനെ മുരളിച്ചേട്ടൻ 1.5 ഇഞ്ചൂടെ താവട്ട് മീശ ഇറക്കി വെച്ച് അതിൽ നിന്ന് രക്ഷപ്പെട്ടു. ഇങ്ങനെ മുരളിച്ചേട്ടൻ രക്ഷപ്പെട്ടു. അടുത്ത എന്റെ ഊഴം റൗണ്ട് റോൾ ഇട്ടിരിക്കുന്നു. എനിക്കാണ് കുഞ്ഞു മീശ. ചേട്ടാ എന്തോ ദൈവാനുഗ്രഹം ചേട്ടാ, അച്ഛന്റെ മകനൊക്കെ ആയതുകൊണ്ട് ഞാനത് എങ്ങനെയോ പാടി ഒപ്പിച്ചു. ഓക്കെ, അങ്ങനെയൊക്കെയാണ് ചേട്ടാ ചേട്ടന്റെ ഈ ഭയാനക പാട്ട് ഞങ്ങൾ ഷൂട്ട് ചെയ്തത്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഭരതേട്ടന്റെ ഐഡിയ. 1.5 ഇഞ്ച് മീശ അങ്ങ് താത്തി കവർ ചെയ്ത് മുരളിച്ചേട്ടനെ മൊത്തം കവർ ചെയ്ത് അതിന്റെ അകത്തൂടെ ഇനിയിപ്പോ ഒരു കിളി ഇരുകിളി നക്കിളി മൂക്കിളി പാടിയാലും എന്ത് വേണേ പാടാം, ഏത് പാട്ടും അതിന്റെ പടകാളിയും പാടാം. പടകാളി പാടിയാലും അതിനകത്ത് മാച്ചിങ്ങാ.